റെഡി അണങ്ങിപ്പോകരുത്. എന്താവോ പരിപാടി? ഒന്നാം കുന്നിൽ ഓടിയെത്തി 1000 വരം വെക്കാം. ഒന്നാം മിഞ്ഞേ മിഞ്ഞായമാം മിടവും വെക്കാം. ഒന്നാം കുന്നിൽ ഇതായിരുന്നു. തിരിഞ്ഞി കളഞ്ഞു. എന്താണ് ഇളക്കൊക്കെ? ഞാനോ ഇളക്കോ? എനിക്കല്ലല്ലോ, ചേച്ചിക്കല്ലേ. എമ്പടി ഇനി എന്നാണ് നിനക്ക്? അതാ ഞാൻ കാര്യം ചോദിക്കട്ടെ. ചോദിക്ക്. എസ് പറഞ്ഞ ശരി. ടോബി ചേട്ടൻ ഗേറ്റ് വഴിയാണ് അകത്ത് വന്നത്. യെസ്. പിന്നെ ഞാൻ ഗേറ്റിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു, കീ അകത്തായിരുന്നു. പിന്നെ ടോബി ചേട്ടൻ എങ്ങനെ അകത്തെത്തി? എനിക്കറിയില്ല. അതെന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ പറ്റൂ. ഏണി വഴി ചവിട്ടിയാണ് കയറി വന്നത് അല്ലേ? അല്ലേ ടൂൾസ് തെറ്റിക്കുന്നു. എസ് ആർന നോ. അയ്യടാ ഞാൻ കണ്ടല്ലോ. എന്ത്? അതെ, നിങ്ങൾ ചെന്നുകൂടി ഏണിയും പിടിച്ചോണ്ടിരിക്കുന്നത്. ഓ അതാണോ? അതവിടെ ചാരി ഇരുന്നതാ. അതവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റി വെച്ചതാ. ചാരി ഇരിക്കാണ്ട് കുത്തിയിരിക്കാൻ പറയാൻ പറ്റില്ല. ഞാൻ എന്താണ് നിനക്ക്? എന്നാ കേട്ടോ, ഞാൻ ടെറസിന്റെ മണ്ടയിൽ നിന്ന് എല്ലാം കണ്ട്. എന്ത്? ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഇത് പാറ, നീ എന്താണ് നീ പറയുന്നേ? ഓ വല്ലാത്തൊരു ശീലം. പറ. ഞാൻ പറയാം. ചേച്ചി എന്റെ കൈയൊക്കെ ഒന്ന് വേദന എടുക്കണം. ഒന്ന് തിരുമിച്ചേ. തിരുമ മതിയോ? മതി. ചേച്ചി എന്താണെന്നറിയില്ല, ഡാൻസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു. കാലിനൊക്കെ നല്ലൊരു വേദന. ഒന്ന് തിരുമിച്ചേ ചേച്ചി. പാളി മുറുക്കാം. ചേടാ മതി. ഇനി പറ, നീ എന്താ കണ്ടേ? അതോ ടോബി ചേട്ടൻ ഏണി വഴി ഇറങ്ങി വരുന്നതാ ഞാൻ കണ്ടേ. അതായിരുന്നു. പിന്നേതാ പോടിയൊന്ന് നാണങ്ങിരിക്കും. നാണക്കാരി. കുറച്ചുകൂടി വരട്ടിയിട്ട് വിട്ടാൽ മതിയായിരുന്നു. നീ പാരെ പിടിക്കാനാ. ഈ ടേബിളിൻ്റെ അടിയിലിരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാം. അതാകുമ്പോൾ ഒരു ശല്യമില്ലല്ലോ. ഓ സമാധാനം. അമ്മ കൂടി ഇങ്ങോട്ടെന്താ വന്നെ? അയ്യോ, ഞാൻ വിളിക്കണോണ്ട് എനിക്ക് അടി കിട്ടും. മിണ്ടാണ്ടിരിക്കാം. TV റിമോട്ട് ഇവിടെ ഇല്ലല്ലോ മോളെ. എല്ലാവരും ഇത് എടുത്ത് എവിടെ വെച്ചിരുന്നോ? വാ അപ്പുറത്തെ റൂമിൽ നോക്കാം. അല്ല മോളെ, ചിട്ടി കിട്ടിയ പൈസയൊക്കെ എന്ത് ചെയ്തു? എന്നമ്മേ മിണ്ടല്ലേ. ഞാൻ പോയി ചേട്ടനും പിള്ളേരൊക്കെ അറിയേണ്ട ഒരു മാല അങ്ങ് വാങ്ങിയിട്ട്. ഈ മാലയാണോ? ഈ സ്വർണ്ണമാല അമ്മേ. ഓ നന്നായിട്ടുണ്ട് മോളെ, ആരോടും പറയണ്ട. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാ നല്ല കാര്യം. വേറൊന്നുമല്ല, സ്വർണ്ണമെന്ന് കേട്ട ഇവിടെ ആർക്കും ഇഷ്ടമില്ല, സമ്മതിക്കൂല. അതുകൊണ്ടാ. അപ്പം നീ എന്താ പറഞ്ഞു? ഈ മാല കണ്ടില്ലേ ഇവരാരും? കണ്ടു. ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതെന്ന് പറഞ്ഞു. അയ്യോ വാ റിമോട്ട് നോക്കാം. അയ്യോ, ഇന്ന് എൻ്റെ ദിവസം തന്നെ. ഇതെങ്ങനെയെങ്കിലും മുതലെടുത്തേ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഭീഷണിപ്പെടുത്തി ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിക്കണം. എന്താടാ, ഒരു ഗെയിം കളിച്ചാലോ? ഞാനൊന്നുമില്ല കേട്ടോ. അമ്മയുടെ കൂടെ കളിച്ചാലോ? ശരി, എന്ത് ഗെയിമാ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു, എസ് ഓർ നോ ആൻസർ. ഓക്കെ. അമ്മ ചിട്ടി കൂടിയിട്ടുണ്ടായിരുന്നോ? അമ്മയുടെ കയ്യിൽ കിടക്കുന്നത് സ്വർണ്ണമാലയാണ്. കൊച്ചു കാന്താരി. ഈശ്വര, ഇവളങ്ങനെ ഇതൊക്കെ അറിഞ്ഞു. അമ്മേ, ഞാൻ ആ റൂമിലുണ്ടായിരുന്നമ്മേ. ആകെ തരിയുള്ളൂ, ഇതിനെ കണ്ണിട്ടാ കാണൂല. അമ്മേ, ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ നെഞ്ചിട്ട് പൂട്ടാണ്ട് ചോദിച്ചു വെച്ചേ. അമ്മ എനിക്കിന്ന് പായസം ഉണ്ടാക്കി തരുമോ ഇല്ലയോ? പാൽപ്പായസം. യെസ്, തീർച്ചയായും. യേ